എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ സൗഹൃദ ചീരയുടെ അരികിലാണ്. അപ്പൊ സൗഹൃദ ചീരന മരച്ചീര, ഭാഗ്യച്ചീര, ലെറ്റ്യൂസ് എന്ന പേരിലൊക്കെ അറിയപ്പെടും. ഇത് നിങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആർക്കും അറിയില്ല ഇത് കഴിക്കണ ചീരയാണെന്നുള്ളത്. നമ്മ റിസോർട്ടിന്റെ ഒക്കെ ഫ്രണ്ടിലൊക്കെ ഇത് നല്ലൊരു അലങ്കാര ചെടിയായിട്ടൊക്കെ നിൽക്കണ കണ്ടിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണല്ലോ ഇത്. നമ്മ ചട്ടി വളർത്തിയാലും താഴെ നിന്നാലൊക്കെ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു മരം പോലെ വളരണ ചീരയാണ്. എന്നാലും ഇതൊരു 5 വർഷത്തെ ഒരു ചെടിയാണ് ഇത് ഈ ചട്ടിയിൽ ഇരിക്കണത്. നമ്മ ഇതേപോലെ കട്ട് ചെയ്ത് നമ്മ ഇല ഉപയോഗിക്കാൻ എടുക്കുമ്പോ നമുക്ക് ഇതേപോലെ കുറ്റിച്ചെടിയൊക്കെ ആയിട്ട് വളർത്താം. അപ്പൊ മിക്ക ആളുകൾക്കും അറിയാത്ത ഒരു ചീരയാണ് ഈ സൗഹൃദ ചീര എന്ന് പറയാൻ. കണ്ട ഇതിന്റെ എളുപ്പം ഇലകളൊക്കെ കണ്ട് ഈ എളുപ്പം ഇലകളിൽ ലെറ്റ്യൂസിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ട്ടാ. നമുക്ക് പച്ചക്ക് കഴിക്കാനും സലാഡാക്കി കഴിക്കാനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് കറി വെച്ച് കഴിക്കാൻ, തോരൻ വെച്ചൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചീരയാണ്. അപ്പം മൂത്ത ഇലകൾ നമ്മ എളുപ്പം ഇലകൾക്കാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പൊ നമ്മ എളുപ്പം ഇലകൾ തന്നെ നമ്മ ഇതേപോലെ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് കണ്ട എളുപ്പം ഇലകൾ വരും. അത് നമുക്ക് പച്ചനെ പോലും കഴിക്കാൻ പറ്റിയ ചീരയാണ്. ഇതേപോലെ ചെടിച്ചട്ടി കണ്ട ഞാനിപ്പോ ഒരു ചെടിച്ചട്ടിയിലാണ് നട്ടേക്കണത്. അപ്പൊ ഈ ചെടിച്ചട്ടിയിൽ നമുക്ക് ഇതേപോലെ ഒരു കുറ്റി ചെടിയാക്കി നല്ല ഭംഗിയിൽ വളർത്താം. പിന്നെ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ കമ്പ് മുറിച്ച് നട്ടിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കണത്. അപ്പൊ കമ്പ് മുറിച്ച് നടുമ്പാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ എളുപ്പം കമ്പുകളാണ് പെട്ടെന്ന് പിടിക്കണത്. നമ്മ മൂത്ത ഇതേപോലെ കമ്പുകളൊക്കെ നട്ട് കഴിഞ്ഞാല് പിടിച്ചു കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമാണ്. എളുപ്പം കമ്പുകൾ നട്ട് കഴിഞ്ഞാല് നമുക്ക് കണ്ട ഞാനിപ്പോ അതേപോലെ എളുപ്പം കമ്പുകളൊക്കെ നട്ട് പിടിപ്പിച്ചേക്കണതാണിത്. ഇതേപോലെ നമുക്ക് എളുപ്പത്തില് ഇനി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കും തോറും വീണ്ടും വീണ്ടും ചിലപ്പ് വന്നിട്ട് നമുക്കൊരു കുറ്റി ചെടിയാക്കി വളർത്താം. വലിയ മരമൊന്നും ആവണമെങ്കിൽ വർഷങ്ങൾ പിടിക്കോട്ടാ ഈ സൗഹൃദ ചീരയൊക്കെ വലിയ മരമായിട്ട് വളരാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ധാരണയുണ്ട് ഇത് മരമായിട്ട് പോണ ചീരയാണ്. മരമായിട്ടൊന്നും പോകൂല. നമുക്കൊരു കുറ്റിച്ചെടിയായിട്ട് വളർത്തി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. വലിയൊരു പരിചരണങ്ങളുടെ ആവശ്യമില്ലാത്ത ഒരു ചീരയാണ്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണെങ്കിൽ നല്ല മഞ്ഞയും പച്ചയൊക്കെ കലർന്ന കളറായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ വലിയ ഹോട്ടലുകളുടെ മുന്നിലും റിസോർട്ടിന്റെ മുന്നിലൊക്കെ ഒരു അലങ്കാര ചെടിയായിട്ട് വെച്ചേക്കണത്. അപ്പൊ നമ്മുടെ വീടിന്റെ മുന്നിൽ ഒരു അലങ്കാര ചെടിയായിട്ട് നട്ടു വളർത്താൻ പറ്റിയതും കൂടിയാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ചീര ആയതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ എല്ലാവരും ഒരുപാട് പേർക്കാണ് ഞാൻ സൗഹൃദ ചീരയുടെ തൈകൾ അയച്ചു കൊടുത്തേക്കണേട്ടോ. ഒരുപാട് പേർക്ക് തൈ അയച്ചു കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു ചീരയാണ് സൗഹൃദ ചീര. അപ്പൊ ഇതൊക്കെ സൗഹൃദ ചീരയുടെ തൈകളാണ്. അപ്പൊ തൈകൾ വേണ്ടവര് എന്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇതേപോലെ കവറിൽ പിടിപ്പിച്ച് വെച്ചാൽ നല്ല തൈകളാണ്. നേരെ കൊണ്ടുപോയി നമുക്ക് ഈ കവറ് അങ്ങോട്ട് കളഞ്ഞിട്ട് നട്ടു കൊടുത്താൽ മതി. നമുക്ക് കൊണ്ടുപോയി കണ്ട ഇത് വലിയ തൈകളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുമ്പോ തുടങ്ങി ഇതിന്ന് ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്യാം. ഇത് കട്ട് ചെയ്ത് കൊടുത്താലാണ് പുതിയ ശാഖകൾ വരുള്ളൂ. കണ്ട ഇതേപോലെയാണ് സൗഹൃദ ചീരയുടെ തൈകൾ കണ്ട. അപ്പൊ നമ്മ സൗഹൃദ ചീര പതിവായി കഴിക്കണത് ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളൊക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ സൗഹൃദ ചീര കഴിക്കണത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രഷറും ഷുഗറൊക്കെയാണല്ലോ. അപ്പൊ നമ്മ എന്തായാലും സൗഹൃദ ചീരയൊക്കെ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. നമുക്ക് പച്ചക്ക് സലാഡായിട്ട് ഉപയോഗിക്കാം. അപ്പൊ അതുകൊണ്ട് കണ്ട നമുക്ക് ചെടിച്ചട്ടി സ്ഥലമൊന്നും വേണമെന്നില്ല ഈ ചീര വളർത്താനായിട്ട്. നമുക്ക് ചെടിച്ചട്ടി ഉണ്ടെങ്കിലും ഒരു ഗ്രോ ബാഗ് ഉണ്ടെങ്കിലും നമുക്ക് നട്ട് വളർത്താം. പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം നട്ടാ മതി. എപ്പോഴെപ്പോഴും നടേണ്ട ചീരയല്ല സൗഹൃദ ചീര. നമ്മ മിക്ക ചീരകളും നമ്മ പല പ്രാവശ്യങ്ങൾ നട്ട് പിന്നെ പോയിട്ട് രണ്ടാമത് നമ്മ വിത്തൊക്കെ എടുത്ത് പായി മുളപ്പിക്കണം. ഇത് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കണ രൂപത്തിൽ തന്നെ ഇത് വളർന്ന് കിട്ടണതാണ്. വേറെ പ്രത്യേകിച്ച് യാതൊരു വളത്തിന്റെ ആവശ്യമില്ല. വല്ല ചാണകപ്പൊടിയൊക്കെ വല്ലപ്പോഴും ഇട്ട് കൊടുക്കുക. വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കുക. നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ട ഒരു ചീരയാട്ടാ. നമ്മ വാടി നിൽക്കാനായിട്ടുള്ള അവസ്ഥ വരരുത്. നനച്ചു കൊടുക്കുക. വേറെ യാതൊരു പരിചരണങ്ങളും വേണ്ട. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടാം. അപ്പൊ എല്ലാവരും സൗഹൃദ ചീരയുടെ ഒരു തൈയൊക്കെ നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.